ഒരു കാര്യം കൂടി, അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പിണറായി വിജയൻ തന്നെ ആയിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടാവുക. ഞാൻ താങ്കൾ ഇന്നലെ അങ്ങനെ പറയുന്നത് കേട്ടു. അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയായിട്ടും പിണറായി വിജയനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് തന്നെയാണോ പാർട്ടിക്കുള്ളത്? പിണറായി തന്നെ ആയിരിക്കുമോ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഫേസ്, മുഖമെന്ന് പറയുന്നത്? ഇന്ത്യയിലെ CPM-ൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് സഖാവ് പിണറായി വിജയൻ. കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും ഏറ്റവും പ്രായം ചെന്നയാളാണ് സഖാവ് പിണറായി വിജയൻ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയിക്കുന്നയാളാണ് സഖാവ് പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യനായി, ഏറ്റവും ജനകീയനായ നേതാവാണ്. ജനങ്ങൾക്കൊരു രക്ഷാകർത്താവിൻ്റെ ബോധമാണ്. പിന്നെ വെള്ളപ്പൊക്കവും കോവിഡും മറ്റു ദുരിതങ്ങളുമെല്ലാം ഉണ്ടായപ്പോൾ ഒരു കുടുംബനാഥനെ പോലെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും സഖാവ് പിണറായി വിജയൻ ചേർത്ത് പിടിച്ചത്. ഇതെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നേതാവ്, പാർട്ടി സംഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നയാൾ സജീവമായി ആരോഗ്യത്തോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ്റിനെ നയിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നു. അങ്ങനെ ഒരാളല്ലാതെ ആരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പാർട്ടിയെ നയിക്കേണ്ടത്? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഈ വർഷം അവസാനം പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിലും LDF-നെയും പാർട്ടിയെ നയിക്കുന്നത് സഖാവ് പിണറായി വിജയനായിരിക്കും. അപ്പോൾ തുടർഭരണത്തിന് ഒരു തുടർഭരണം കിട്ടുകയാണെങ്കിൽ എന്ത് വേണമെന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കാറുള്ളതാണ്. താങ്ക് യു ശ്രീ MA ബേബി. അപ്പോൾ അഭിവാദ്യങ്ങൾ. അപ്പോൾ ഇടയ്ക്ക് പുസ്തക വായനയും ഇടയ്ക്ക് അങ്ങേക്ക് പ്രിയപ്പെട്ട പാട്ടുകളും ഗസലുകളും ഒക്കെ നടക്കട്ടെ. ഇടയ്ക്ക് കലയെ കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്വരലയ ഒക്കെ നമുക്കറിയാം. അതേപോലെ ഈ വളരെ കലാപരമായി തന്നെ നമ്മളുടെ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകട്ടെ. പണ്ട് ലെനിൻ പറഞ്ഞതുപോലെ മുദ്രാവാക്യങ്ങൾ കവിതകളായി തീരുന്നത് സർഗാത്മകമായ നേതൃത്വം വരുമ്പോഴാണ്. താങ്ക് യു ശ്രീ MA ബേബി.